പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ചർച്ച നടത്തിയ യുഎഇയും അമേരിക്കയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഫോണിൽ സംസാരിച്ചു. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത നടപടികളെ യുഎഇ വിദേശകാര്യമന്ത്രി പ്രശംസിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത്. റഹീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? വിവരങ്ങൾ എങ്ങനെ? ശ്രീദേവി, പ്രധാനമായും ഈ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ടേക്ക് എന്താണ്, അവരുടെ ഒരു ഭാഗം എന്താണ്, അവർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സംഘർഷ സമയത്തുടനീളം 2 ദിവസത്തിൽ ഒരു തവണയെങ്കിലും യുഎഇ പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് യുഎഇയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. ഈ യുഎഇ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ദീർഘനേരത്തെ ഫോൺ സംഭാഷണത്തിൽ ഇരുവരും പ്രധാനമായും ചർച്ച ചെയ്തത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടപടികൾ ഇനി കൈക്കൊള്ളണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ഈ ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി അത് ഏത് തരത്തിൽ മറികടക്കാൻ കഴിയും, ഒരു ഊർജ്ജ സുരക്ഷ കൊണ്ടുവരണം എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടക്കം ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലാകും ഇടപെടൽ ഉണ്ടാക്കാൻ കഴിയുക, എങ്ങനെ അത്തരത്തിലൊന്ന് കൊണ്ടുവരും. മാത്രമല്ല, ഇന്നലെ ഇറാൻ മേഖലയ്ക്ക് എക്കാലവും വലിയൊരു ത്രെറ്റാണ്, ഭീഷണിയാണ് എന്ന് യുഎഇ പറഞ്ഞിരുന്നു. യുഎഇ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇനി ഒരു തരത്തിലും തങ്ങൾക്കൊരു ഭീഷണിയായി മാറരുത് എന്നുള്ളൊരു ആവശ്യം ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയുമുണ്ട്, പ്രത്യേകിച്ച് യുഎഇക്കുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ഈ ചർച്ചയൊക്കെയും അടുത്ത ഇറാൻ അമേരിക്ക ചർച്ചയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കൈക്കൊള്ളുന്ന നിലപാടുകളിലും നയങ്ങളിലും കരാറിലെ വ്യവസ്ഥകളിലുമൊക്കെ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീനിധി, ശരി, എന്തായാലും ചർച്ചകളെല്ലാം പുരോഗമിക്കട്ടെ, എല്ലാവരുടെയും സമാധാനം പുലരട്ടെ എന്ന് പറയുന്നു. മുഹമ്മദ് റഹീസ് ആണ് ദുബായിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.